നമ്മളെ ചോദ്യം, അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് അള്ള വെച്ച് പറഞ്ഞ ആ പേരെ പറയാൻ പറ്റൂ? ഇൽമൈൻ എന്ന് ഭാഷയിൽ പറയാ, ഇത് തർക്കമൊന്നുമില്ല. ശരി, വലിയ പേര് വെക്കുമ്പോ മാറ്റാൻ പറ്റൂല. അതിന് കിതാബ് രേഖ വേണം. 2 കിതാബ് കൊണ്ടുവന്നു, 2ഉം രേഖയില്ലെന്ന് വ്യക്തമായി. അവസാനം അദ്ദേഹം തന്നെ ഒരു കിതാബ് കൊണ്ടുവരാണ്. അതിന്റെ പേരാണ് ഖിതാമുൽ മിസ്കിൽ അദ്ഫർ ഫീ ശറഹി റഹീഖിൽ മഖ്തൂം. 1 നൂറ്റാണ്ട് മുമ്പ് എഴുതിയ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലുണ്ട് അബിൽ ഇൽമൈൻ എന്നയാൾ വായിച്ചു. നമ്മൾ പിടികൂടി ആ ഗ്രന്ഥത്തിൽ അങ്ങനെയല്ല ഉള്ളത്. ആ ഗ്രന്ഥത്തിലുള്ളത് അബുൽ അലമൈൻ എന്ന് വായിക്കണം എന്നാണ്. വഹിയ മുഹറക്കത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതല്ലേ ഇപ്പൊ ലാസ്റ്റ് എത്തി നിൽക്കുന്നത് 6ാമത്തെ ഘട്ടം. അപ്പൊ ഇദ്ദേഹം പിന്നീട് വന്നിട്ട് പറഞ്ഞു, എന്ത് അങ്ങനെയല്ല, അവിടെ നിങ്ങൾ വായിച്ച അതേ കിതാബിന്റെ 8ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ വിവരം. കേട്ടു നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയട്ടെ. ഇനിയും ആ കോഴിക്കോട് നടന്ന പ്രസംഗത്തില് ചർച്ചയുടെ അവസാനം എന്ന് പറഞ്ഞിട്ട് മൗലവി വായിച്ച ഒരു സംഗതിയുണ്ട്. ആ ഒറ്റ ക്ലിപ്പാണ് ഇപ്പൊ നിരുന്നുള്ളൂ. ആ ഒരു ക്ലിപ്പും കൂടി ഇട്ട് അതിന്റെ ചെറിയൊരു വിശദീകരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്നിട്ട് മൂപ്പര് ഇനി ഒരു കിതാബിന്റെ പേര് പറയാൻ പോകുന്നുട്ടോ. അവിടെയാണ് ഇതിന്റെ ലാസ്റ്റ് സമാപനാവാൻ പോകുന്നത്. അതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറയട്ടെ. ഉലമാ തീർന്നു. അത് ആഗോളതലത്തിൽ പ്രസിദ്ധരായ ഉലമാ, അവരെ ഈ മുആസിരീങ്ങളായ നമ്മുടെ ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾ പോലും അവരുടെ ഗ്രന്ഥങ്ങൾ റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ മദ്ഹ് പറഞ്ഞിട്ട് രചിച്ച ഗ്രന്ഥങ്ങളുണ്ട്. ഖിതാമുൽ മിസ്കിൽ അദ്ഫർ ഫീ ശറഹി റഹീഖിൽ കൗസർ. ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനപ്പേര് അബുൽ ഇൽമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെവിടുന്ന റെഡിയായി? റെഡിയായി. ലാസ്റ്റുള്ള കിതാബ് ഉണ്ടല്ലോ, എടുക്കതിന്റെ ചട്ട പഠിപ്പിക്കല് ഓരോന്ന്. ഇവനൊക്കെ നമ്മളെ മുന്നിൽ ഇരുത്തിയിട്ട് ശരിക്ക് നല്ല അടി കൊടുത്ത് പഠിപ്പിക്കണം, നല്ല ശരിക്ക് പഠിക്കണം. അതാ ഖിതാമുൽ മിസ്കുൽ അദ്ഫർ ഫീ ശറഹി റഹീഖിൽ കൗസർ. ഓൻ തന്നെ പറഞ്ഞ കിതാബാ. ആ കിതാബിന്റെ പേജ് എടുക്ക്, മഖ്തൂത്ത് തന്നെ എടുക്ക്, മഖ്തൂത്ത് എടുക്ക്. ഞാൻ വായിച്ചു കൊടുക്കാതെ അതിലതാ പറയുന്നു. കറക്റ്റ്, അത് വായിച്ചതല്ലേ ഇവിടെ കറാമത്ത് എന്ന് പറഞ്ഞ ഇന്ന വിഷയം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അതിലതാ അബുൽ അലമൈൻ എന്ന് വിശദീകരിക്കണം. അബുൽ അലമൈൻ ആ പേജിലുള്ളത് ഞാൻ വായിക്കുന്നത്. അബുൽ അലമൈൻ എന്ന് പറഞ്ഞാൽ, അബു എന്ന് പറഞ്ഞാൽ സ്വാഹിബ്, അലമൈൻ തസ്നിയത്തു അലം, അലമു എന്നതിന്റെ തസ്നിയ, വഹുവ മുഹറക്കത്തുൻ. ഓൻ വായിച്ച കിതാബായി വായിക്കണ്. വഹുവ മുഹറക്കത്തുൻ, അലമ് എന്ന് വായിച്ചോളണം. അലമ്, അതാ മുഹറക്കത്ത്, 3നും ഹർക്കത്തുള്ളത്. ഇൽമു എന്ന് വായിക്കുമ്പോ നടൂര് സുക്കൂന. ഈ കിതാബിൽ പറയാ മുഹറക്കത്തായി വായിക്കണം. അലമ്, 1ാം ക്ലാസ് മുതൽ തുടങ്ങിക്കോ. അലമ് കൊടി. എന്നിട്ട് മഹാൻ പറയാണ് അതിന് ജബല് എന്നർത്ഥണ്ട്, കൊടി എന്നർത്ഥണ്ട്. പല അർത്ഥം ഇങ്ങനെ പറഞ്ഞിട്ട് വൽ മുറാദുഹുന അർറായ, ഇവിടെ ഉദ്ദേശം കൊടി എന്നാണ്. വകാന സയ്യിദുൽ ഖൗസ് ഖുദ്ദിസ സിർറുഹു മശ്ഹൂറൻ ബി അബിൽ അലമൈൻ, അബുൽ അലമൈൻ എന്നായിരുന്നു അവരുടെ പേര്. വസബബു ശുഹറതിഹി ബിദാലിക അലാമാ ഖാലഹു മൗലാന ഇമാം അൽ ഹുമാം ശൈഖ് അബ്ദുൽ കരീം റാഫിഈ. അബുൽ അലമൈൻ എന്ന് പറയാനുള്ള കാരണം റാഫി ഇമാം പറഞ്ഞു തന്നെയാണ് എന്നാണ് അവൻ വായിച്ച കിതാബ് തന്നെ ഉള്ളത്. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഈ മൗലവിന്റെ അബദ്ധം, ജഹാലത്ത് എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം. എന്താണ് ആഘോഷം കണ്ടില്ലങ്ങള്? അവൻ വായിച്ച കിതാബ് തന്നെയാണ്, അവൻ കൊണ്ടുവന്ന കിതാബ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് മൗലവിന്റെ ഈ ആഘോഷം. അപ്പോ ഇദ്ദേഹം എത്രമാത്രം ജാഹിലാണ് എന്നതിന്റെ ഒരു തെളിവാണിത്. അത് നമ്മൾ കൂടുതലായിട്ട് ഒരു ജാഹിലാണെന്ന് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ കിതാബ് നമ്മൾ പറഞ്ഞപ്പോഴാണ് മൗലവി കാണുന്നത്. അപ്പൊ തപ്പിപ്പിടിച്ച് നോക്കുമ്പോ ഇദ്ദേഹം കണ്ട പേജ്, ആ പേജിൽ അതാണുള്ളത്. അതിനാരും നിഷേധിച്ചിട്ടില്ല മൗലവി. എന്നാൽ അതിന്റെ പേജ് നമ്പർ 8 എടുക്കടോ. പേജ് നമ്പർ 8 എടുക്കേ. ഞാൻ വായിച്ചത് പേജ് നമ്പർ 8ലാണ്. ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങൾക്ക് അബുൽ അലമൈനി എന്ന് പേര് വരാനുള്ള കാരണമുണ്ട്. അയാൾ കഴിഞ്ഞ വീഡിയോയിൽ വന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞു, നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു, വഹിയ മുഹറക്കത്തുൻ ആലം എന്നൊക്കെ വായിച്ചു കൊടുത്ത് ഞങ്ങളുടെ സംശയമില്ല. അതിന്റെ 8ാമത്തെ പേജ് എടുക്കൂ. 8ാമത്തെ പേജിൽ ഞാൻ പറഞ്ഞതും പറഞ്ഞിട്ടുണ്ട്.
സുബ്ഹാന ജല്ല ജലാലുഹു അടുത്ത കളവ്. സവാദുൽ ഐനൈന്റെ പേരിൽ കളവ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഖിതാമുൽ മിസ്കിന്റെ പേരിൽ കളവ് പറഞ്ഞു. ഇപ്പൊ ആ കളവ് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു. ഞാൻ അതിനു വേണ്ടി ഒരു പ്രസംഗം തന്നെ നടത്തി. ഞങ്ങൾ കൊണ്ടുവന്ന കിതാബ് മുഹമ്മദ് സിറാജുദ്ദീൻ ഇബ്നു അഹ്മദ് ഇബ്നു അബ്ദുൽ ഫത്താഹ് അൽ മൗസിലി അൽ അശ്അരി അൽ ഹനഫി അൽ റിഫാഇ എന്ന മഹാന്റെ ഖിതാമുൽ മിസ്ക് എന്ന കിതാബാണ്. അതിന്റെ മഖ്തൂത്ത് കയ്യെഴുത്ത് പ്രതിയാണ് ഞങ്ങൾ അന്ന് കേൾപ്പിച്ചത്. ആ കിതാബിന്റെ 1-ാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ എവിടെയും നിങ്ങൾ ഈ പറഞ്ഞ ആ അബുൽ ഇൽമൈൻ എന്ന വിഷയം പറഞ്ഞിട്ടേയില്ല. പറഞ്ഞതായി തെളിയിക്കാൻ കഴിയൂല. പച്ചയായ നുണയാണത്. ആളുകളെ പറ്റിക്കന്നെ വെറുതെ ഒരു ഇബാറത്തില്ലാതെ ഇബാറത്ത് കാണിച്ചതുപോലെ ധാരാ ഔദ്യോഗികമായിട്ട് ഏൽപ്പിച്ച ആളാ, ഔദ്യോഗിക വക്താവായി പറയുന്നത് കിതാബിന്റെ മേലിൽ പച്ചയായ നുണ. പിന്നെ എന്താ സംഭവം? ഖിതാമുൽ മിസ്ക് എന്ന കിതാബ് പിൽക്കാലത്ത് ഒരു 100 കൊല്ലത്തിന് ശേഷം വേറെ ഒരു ചങ്ങാതി ഒരു പ്രസ്സിൽ അടിച്ചപ്പോ അയാളുടെ വകയിൽ ആ കിതാബിന്റെ ആദ്യ ഭാഗത്ത് ചില കുറിപ്പുകൾ എഴുതി കൊടുത്തു. അതെങ്ങനെ കിതാബിലുള്ളതാവും? കിതാബിലുള്ളത് അതിന്റെ ആദ്യത്തെ അൽഹംദുലില്ലാഹില്ലദീ റഫഅ ലി ഔലിയാഇഹി തുടങ്ങിയ കിതാബിലുള്ളത് എന്ന് പറഞ്ഞു വായിക്കുമ്പോ കിതാബിലുള്ളത് വായിക്കണ്ടേ? ആമുഖത്തിൽ ആരോ എഴുതി കൊടുത്ത് വായിച്ചിട്ട് കാര്യമുണ്ടോ? ആളുകളെ പറ്റിച്ചു. എന്നിട്ട് എന്തുണ്ടായി എന്നറിയോ? നമ്മൾ പിടികൂടിയത് മുസന്നിഫ് എഴുതിയതല്ല, ഇത് ആമുഖത്തിൽ കൂട്ടിക്കൊടുത്തതാണ്. എന്നിട്ട് 8-ാം പേജ് എന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിച്ചതാണ്. എന്നിട്ട് പിന്നെ തൽക്കാലം അണികളൊക്കെ പ്രശ്നമായി. എത്രയോ അസനിമാർ ഇതിൽ നമ്മളെ കൂടെയായി, തഖാഫി ഗ്രൂപ്പുകളിൽ ചർച്ച നടത്തി നമ്മളെ കൂടെയായി. ഭയങ്കര ഫത്ഹ് അതുകൊണ്ടുണ്ടായി. കാരണം എല്ലാവരും കിതാബ് നോക്കുമ്പോൾ അതിലില്ലല്ലോ. എന്നിട്ട് പല പണി ഒപ്പിച്ചു നോക്കി. ഖുർആനൊക്കെ വാദാൻ തുടങ്ങി. റിഫായി ഷെയ്ഖിന് അബുൽ ഇൽമൈന എന്നുള്ളതിന് ഈസാ നബിക്ക് വഇന്നഹു ലഇൽമുസ്സഹ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അയാൾ വന്ന് ഇയാളെ ഗവേഷണം കൊണ്ടാണോ മഹാനരായ ഇമാം അഹ്മദുർ റിഫായി തങ്ങൾക്ക് പേര് വെക്കൽ ഇയാൾ ഗവേഷണം ചെയ്തുണ്ടാക്കേണ്ട സംഭവമാണല്ലോ. വഹാബി ഖുർആൻ ഓതുന്ന പോലെ തെറ്റിച്ച് അർത്ഥം വെച്ചിട്ട് അതൊന്നും തമ്മിൽ എന്ത് ബന്ധം? അല്ലാഹ് പേര് വെച്ചു. ആ പേര് അബുൽ അലമൈനാണ്. അത് മാറ്റാൻ നിന്റെ ഗവേഷണം ഇവിടെ ആവശ്യമില്ല. എന്നിട്ടിപ്പോ ഇന്ന് മഗ്‌രിബിന് ശേഷം വന്നു. എന്നാ പിന്നെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ മറുപടി പറഞ്ഞാൽ പിന്നെ അടുത്ത പ്രസംഗത്തിലല്ലേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മഗ്‌രിബിന് ശേഷം 7 മണിക്ക് മറുപടി എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങായി വന്നു. എന്തിനാ മറുപടി പറയേണ്ടത്? 8-ാം പേജിലുണ്ട് എന്ന് പറഞ്ഞു. ആ 8-ാം പേജ് ഖിതാമുൽ മിസ്ക് അല്ല, അതതിന്റെ ആമുഖം എഴുതിയ വേറെ ആൾ എഴുതി കൊടുത്തതാണ്. എന്താ മറുപടി എന്നറിയോ? അതെ, അത് വേറെ ആൾ എഴുതി കൊടുത്തത് തന്നെയാണ്. എന്താ ഇപ്പൊ രണ്ടായാലും കിതാബിലല്ലേ ഉള്ളത്? അതാണ് പുതിയ മറുപടി. രണ്ടും ആധുനികൻ തന്നെയാണ് എന്നാണ് മറുപടി. ഇന്ന് മഗ്‌രിബിന് ശേഷം പറഞ്ഞ ക്ലിപ്പിട്. കഴിഞ്ഞ ദിവസം മൗലവിയുടെ ആഘോഷമുണ്ട്. എന്താണ്? നമ്മൾ ഇല്ലാത്തത് വായിച്ചു, നമ്മൾ കളവ് നടത്തുന്നവരാണ് എന്നൊക്കെയുള്ള ആഭാസവും ആഘോഷവും. മൗലവി ആദർശത്തെ ആദർശപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോ, ഇൽമിനെ ഇൽമ കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോ പിന്നെയുള്ളത് അജ്ഞരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഇല്ലാത്ത ആരോപണങ്ങൾ കളവായിട്ട് ഉന്നയിക്കാം. അജ്ഞരും വിജ്ഞരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാം, എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന കുറച്ച് ജാഹിലീങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ തക്ബീർ വിളിപ്പിക്കാം. ഞാൻ വായിച്ച നുസ്ഖ ഏതാണ് എന്ന് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ നുസ്ഖ മത്തുനും ഷറഹും അതിന്റെ തഹ്ഖീഖും കൂടി ചേർന്നതാണ്. ആ നുസ്ഖയിലുള്ള ഭാഗമാണ് ഞാൻ വായിച്ചത്. അത് ആ നുസ്ഖയിൽ തന്നെയല്ലേ? പിന്നെ അതിലില്ല എന്ന് പറഞ്ഞത്? ഷറഹ് മാത്രമാണ് ആ നുസ്ഖ എന്ന് പറയുന്നത്? അല്ല. അപ്പോ ഈ ഒന്നും പറയാനില്ല. നമ്മുടെ വിശദീകരണത്തിന് മുമ്പിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഈ മൗലവി, അദ്ദേഹത്തിന് തന്നെ അറിയാം ഞാൻ വിശദീകരിച്ചിട്ട് എവിടെയോ എത്തുന്നില്ല. വീണ്ടും വീണ്ടും അദ്ദേഹം നമ്മൾ പറഞ്ഞ ഭാഗം അംഗീകരിക്കേണ്ടി വരികയാണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് കളവ് പറയുകയല്ലാതെ നിർവാഹമില്ല. ഞാൻ വായിക്കുന്ന നുസ്ഖ അവിടെ കൃത്യമായിട്ട് കാണിച്ചില്ലേ? ആ നുസ്ഖയിൽ അതിന്റെ 3 ഭാഗം, മത്തിനും ഷറഹും അതിന്റെ തഹ്ഖീഖ് അടക്കമുള്ള ഭാഗം. അപ്പോ മൗലവി പറയാണ് ആ തഹ്ഖീഖ് അത് ആധുനികരായ ആരോ കൂട്ടിച്ചേർത്ത് കൊടുത്തതാണ്. മൗലവി അതിന്റെ ശാരിഹിബിനാരാ? ആധുനിക പണ്ഡിതനല്ലേ? 1900-ന്റെ തുടക്കത്തിൽ ജീവിച്ച് മരണപ്പെട്ട പണ്ഡിതനാണ് അതിന്റെ ശാരിഹ്. അദ്ദേഹം ഒരു ആധുനിക പണ്ഡിതനാണ്. അദ്ദേഹവും അതിന്റെ തഹ്ഖീഖ് ചെയ്ത മുഹഖിഖും
ആധുനിക പണ്ഡിതന്മാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര് വിവരിക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട അബുൽ അലമൈനി എന്ന് പേര് വരാനുള്ള കാരണം എന്ന് വിശദീകരിക്കുന്നിടത്ത് സവാദുൽ ഐനൈനി വായിച്ച് നമ്മൾ പറഞ്ഞു, അവിടെ അബുൽ അലമൈനി പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങി എന്നല്ലേ ഇവിടെ വ്യക്തമായത്. എന്താ മൂപ്പര് ചോദിച്ചത്? നിങ്ങള് ഖിതാമുൽ മിസ്കിന്റെ 8-ാം പേജിലുണ്ട് എന്ന് പറഞ്ഞാ വായിച്ചത്. ആരാ ഖിതാമുൽ മിസ്ക് എന്ന കിതാബ് എഴുതിയത്? മുഹമ്മദ് സിറാജുദ്ദീൻ ഇബ്നു അഹ്മദ് ഇബ്നു അബ്ദുൽ ഫത്താഹ് അൽ മൗസിലി അൽ അശ്അരി അൽ ഹനഫി അൽ റിഫായി. മഹാനവറുകളുടെ കിതാബാണോ ഖിതാമുൽ മിസ്ക്. ആ ഖിതാമുൽ മിസ്ക് നീ കാണിച്ച ആ കോപ്പിയിൽ, ആ പ്രിന്റിംഗിൽ ഖിതാമുൽ മിസ്ക് എന്ന കിതാബ് തുടങ്ങുന്നത് 27-ാമത്തെ പേജ് മുതലാണ്. ആ 27-ാമത്തെ പേജ് മുതലുള്ളത് കൂട്ടിച്ചേർത്തതാണ്. ആര് കൂട്ടിച്ചേർത്തു? മുഹമ്മദ് അഹ്മദുർ റാവി എന്ന് പറയുന്ന ഇക്കാലത്തെ ഒരാൾ കൂട്ടിച്ചേർത്തതാണ്. ആ കൂട്ടിച്ചേർത്ത ഭാഗം അതിന്റെ മഖ്തൂത്തയിലില്ല. അത് ഖിതാമുൽ മിസ്കുമല്ല. അതാ ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ സവാദുൽ ഐനൈനി എന്ന കിതാബ് ഇങ്ങോട്ട് എടുത്ത് ഈ കിതാബിന്റെ ആമുഖത്തില് ആരോ ഒരാള് എന്തൊക്കെയോ ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. ആ പറഞ്ഞ സംഭവം ഇതൊക്കെ ഇപ്പോ സവാദുൽ ഐനൈനിന്റെ മുമ്പ് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. അപ്പൊ കിതാബിലുണ്ട് എന്ന് പറഞ്ഞ് വായിക്കുമ്പോ ഇതിലുള്ളത് വായിച്ചിട്ട് കാര്യമുണ്ടോ? അത് കിതാബിന്റെ ആമുഖത്തിൽ പ്രസ്സുകാർ എഴുതിക്കോളൂ. ഏതുപോലെ മുസ്ഹഫ് എടുക്കുക, അതിന്റെ ആദ്യം അവസാനമൊക്കെ ഉണ്ടാവും തജ്വീദിന്റെ നിയമങ്ങൾ. ഈ കിതാബ് പിന്നെ വഖഫുൻ ഖാദിമുൽ ഹറമൈൻ ഷരീഫൈൻ എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരാൾ പറയാ ഖാദിമുൽ ഹറമൈൻ ഷരീഫൈന്റെ പേര് മുസാഫിലുണ്ട്, ഖുർആനിലുണ്ട്. ഖുർആനിലൂടെ അതിന്റെ ആദ്യത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. അത് പിന്നെ എഴുതി കൊടുത്തതല്ലേ, അതെങ്ങനെ ഖുർആനാവും? ഇത്ര വലിയ പറ്റിക്കലാണോ അണികളെ പറ്റിക്കുന്നത്? എന്നിട്ട് പറയാ രണ്ടും ആധുനികരല്ലേ, പിന്നെന്താ വ്യത്യാസം? വ്യത്യാസം പഠിപ്പിച്ചു തരാ. ഈ ഖിതാമുൽ മിസ്ക് എന്ന ഈ കിതാബ് എഴുതിയ പണ്ഡിതൻ മുഹമ്മദ് സിറാജുദ്ദീൻ ഇബ്നു അഹ്മദ് ഇബ്നു അബ്ദുൽ ഫത്താഹ് അൽ മൗസിലി അൽ അശ്അരി അൽ ഹനഫി അൽ റിഫായി എന്ന പണ്ഡിതൻ വഫാത്തായിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞു. 1 നൂറ്റാണ്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല, മൂപ്പര് ഹനഫി മദ്ഹബുകാരനാണ്, റിഫായിയാണ് എന്ന് പറഞ്ഞാൽ മൂപ്പര് ഷെയ്ഖിന്റെ കൂടെ ഒരു മുരീദായി ജീവിച്ച ആളാണ് മൂപ്പര്. അതേ സമയത്ത് ആമുഖത്തിൽ എഴുതിയ ആളോ ഉമർ അഹ്മദുർ റാവി. അയാൾ ഇന്നും ഹയാത്തിലുള്ള ആളാണ്. അയാൾ 1-ാം നമ്പർ സലഫിയുമാണ്. കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് പറ്റിയ ആളാ. ഇബ്നു തൈമിയെ ഇമാമാക്കിയ വഹാബിയാണോ അയാള്? അയാൾ എഴുതി കൊടുത്ത കുറിപ്പ് ഞങ്ങളോട് വായിച്ചിട്ട് കാര്യമുണ്ടോ? അതേ സമയത്ത് ഖിതാമുൽ മിസ്ക് എന്ന കിതാബോ, ആ കിതാബ് 1 നൂറ്റാണ്ട് കാലം അതിന് പഴക്കണ്ട് എന്ന് മാത്രമല്ല, അത് എഴുതിയ ആള് റിഫായി ഷെയ്ഖിന്റെ വഴിയിലുള്ള ഒരു മഹാനായ ഷെയ്ഖിന്റെ മുരീദായി ജീവിച്ച ആളെ. മാത്രമല്ല മൂപ്പര് പറഞ്ഞതിനോടാണ് മുൻഗാമികളുടെ കിതാബ് യോജിക്കുന്നത്. ഇതാദ്യം പറഞ്ഞ ആളാരാ? അത് മഹാനരായ റാഫി ഇമാമാണ്. മൂപ്പര് പറഞ്ഞു അലമ് തന്നെ വായിക്കണം, കാരണം ആലമ് അതുപോലെ തന്നെ റായത്ത് ലിവാ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അവ മുൻഗാമികൾ പറഞ്ഞതിനോട് യോജിപ്പുള്ളതും ത്വരീഖത്തിൽ ആ വഴിക്ക് വന്ന ആളും വിശദീകരിച്ചത് ഞങ്ങൾ വായിക്കുമ്പോ ഒരു സലഫി, ഒരു വഹാബി ഇബ്നു തൈമിയുടെ മദ്ഹ് വാനോളം പുകഴ്ത്തി എഴുതുന്ന അയാൾ എഴുതിയ കുറിപ്പ് വായിച്ചിട്ട് ഇത് ഖിതാമുൽ മിസ്ക് ആണെന്നും എന്നിട്ട് അതിന്റെ പേരിൽ പിന്നെയും വരാൻ ഇവരൊക്കെ എവിടെ നിന്നാണ് സുന്നത്ത് ജമാഅത്ത് തകർക്കാൻ അച്ചാരം വാങ്ങിയത്? അതുകൊണ്ട് ഇനി സംശയിച്ച് നടക്കണ്ട. ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, അലമൈനി തന്നെ വായിക്കണം. ഇതാരാ പറഞ്ഞത്? റാഫി ഇമാമ് പറഞ്ഞതാ. റാഫി ഇമാമ് പറഞ്ഞു എന്ന് പറഞ്ഞു തരാൻ ഇനി ആ മർക്കസിലെ വേറൊരു മുദരിസിനെ തന്നെ കൊണ്ടുവരാണ്. ഇതവിടെ അവസാനിപ്പിക്കണല്ലോ. ഇവരെ കള്ളത്തരങ്ങൾ പൊളിയണല്ലോ, ആളുകളെ പറ്റിച്ച്. ഇതാദ്യം തുടങ്ങിയത് മർക്കസിലെ മുദരിസ് കൊട്ടുകരക്കാരനല്ലേ. മർക്കസിലെ മറ്റൊരു മുദരിസിനെ നമ്മൾ കൊണ്ടുവരാൻ. അയാൾ വായിക്കാൻ പോകുന്നത് അബുൽ അലമൈൻ എന്നാണ്. റാഫി ഇമാം അങ്ങനെ സ്ഥിരപ്പെടുത്തി എന്നും അയാൾ പറയാൻ പോവാൻ. അതുകൊണ്ട് ഇനി ചോദിക്കണ്ട ആരാ അലമ് എന്ന് വായിക്കണമെന്ന് പറഞ്ഞത്. അലമേ വായിക്കാവൂ എന്നാദ്യം പറഞ്ഞത് ഇമാം റാഫിഈയാണ്. ഇമാം റാഫിഈ അതിന്റെ കാരണമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അത് പിന്നെ ഖിതാമുൽ മിസ്കിൽ പറഞ്ഞു. താങ്കൾക്ക് ഖിതാമുൽ മിസ്കിൽ കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു വഹാബിയുടെ അടിക്കുറിപ്പുമായി വന്നതെങ്കിൽ അത് KNM-ന്റെ ഓഫീസിൽ പോയി വായിച്ചാൽ മതി, അഹ്ലുസുന്നയോടത് വായിക്കണ്ട എന്നാണ് മറുപടി. അതുകൊണ്ട് ഇതിനുമാണല്ലോ ഒരു ഖിതാമ്. ആ ഖിതാമിന് ഞാൻ മർക്കസിലെ മുദരിസിനെ തന്നെ ക്ഷണിക്കുകയാണ്. വരി സവാദുൽ ഐനൈൻ ഫി മനാഖിബുൽ ഗൗസ് അബിൽ അലമൈൻ എന്ന് പറഞ്ഞ കിതാബ്.
അത് റാഫി ഇമാമിന്റെ കിതാബ് തന്നെയാണ്. ആണ് എന്ന് റാഫി ഇമാമിന്റെ തൊട്ടടുത്ത കാലത്ത് വന്ന ആളുകൾ, അക്കാലത്ത് വന്ന ആളുകളൊക്കെ കിതാബ് ഒന്ന് ഉദ്ധരിച്ച് പറയുന്നുണ്ട്. ഇമാം റാഫി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിന് ഉദ്ധരിച്ച് പറയുന്നുണ്ട്.